ഈ യജ്ഞശാല നമുക്ക് തരുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട്. ഈ യജ്ഞശാലയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ കുടികൊള്ളേണ്ടതും നമ്മുടെ നാവിൻ തുമ്പിൽ തട്ടിക്കളിക്കേണ്ടതുമായ ഒരു പവിത്രമായ മന്ത്രത്തെ അനാവരണം ചെയ്യപ്പെട്ടതായിരുന്നു കഴിഞ്ഞുപോയ പ്രബന്ധങ്ങളും ഇനി വരാൻ പോകുന്ന പ്രബന്ധങ്ങളും. നമ്മുടെ ഭാരതം ഭാവരാഗതാളങ്ങളുടെ സമന്വയമാണ്. ആ ഭാവരാഗതാളങ്ങളുടെ സമന്വയത്തിനോടൊപ്പം ഒരു ശ്രീരാമ താളവും കൂടി അടയാളപ്പെടുത്തിയതാണ് ഈ സെമിനാർ, ഈ യജ്ഞശാല. എന്താണ് ഭാവം? അത് ഭക്തിയാണ്. നമുക്കെല്ലാവരോടും ഭക്തിയുണ്ട്. ഒരു പുല്ലിനോടും പുൽക്കൊടിയോടും മനുഷ്യനോടും പക്ഷിമൃഗാദികളോടും സർവചരാചരങ്ങളോടും നമുക്ക് ഭക്തിയുണ്ട്. ആ ഭക്തി അന്തരംഗങ്ങളിൽ നിന്നും പ്രകടമാകുന്നതാണ്. അതാണ് ഭാവം. രണ്ടാമത്തത് രാഗമാണ്. രാഗമെന്നാൽ അത് അച്ചടക്കമാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ച നാളു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സർവകലാശാലയിലെ പണ്ഡിതന്മാരും പഠിപ്പിക്കാത്ത അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് പകർന്നു തരുന്ന ഒരു അച്ചടക്കമുണ്ട്. അതാണ് ഭാരതത്തിൻ്റെ രാഗം. മൂന്നാമത് താളമാണ്. താളമെന്നാൽ അതിൻ്റെ അർത്ഥം കർമ്മനിരതരാവുക എന്നതാണ്. കർമ്മനിരതരാവുക എന്ന് വെച്ചാൽ ഇളം തലമുറ മുതിർന്ന തലമുറയോട് പറയും, അമ്മേ അച്ഛ ഒന്ന് മിണ്ടാതിരിക്ക്, പ്രായമായില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ആ ഇളം തലമുറയുടെ മുമ്പിൽ മുതിർന്ന തലമുറ പറയുന്നു, എൻ്റെ ജീവിത അവസാനം വരെ എനിക്കെന്തെങ്കിലും ചിന്തിച്ചും പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കണം. കൈവിരൽ തുമ്പുകൾ ചലിച്ച്, കാൽവിരൽ തുമ്പുകൾ ചലിച്ച്, നാവിൻ തുമ്പിൽ അക്ഷരമിട്ട്, ഭജന ജപിച്ച്, മന്ത്രം ജപിച്ച്, രാമനാമ കീർത്തനം ജപിച്ച്, അങ്ങനെ കർമ്മനിരതരായി സജ്ജമായ ഈ ഭാരതത്തിൻ്റെ ജനതയാണ്. ഇതിൽ നിന്നും 3 സന്ദേശങ്ങൾ പുറത്തു വരുന്നു. ഒന്ന്, ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ ഭാവരാഗതാളങ്ങളുടെ സമന്വയത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണ്. ആ വക്താവും പ്രയോക്താവുമായ ശ്രീരാമചന്ദ്ര ഭഗവാൻ മര്യാദ പുരുഷോത്തമൻ. കഴിഞ്ഞ പ്രബന്ധത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശശികുമാർ സാറിനോട് ചോദിച്ചു, മര്യാദ പുരുഷോത്തമൻ ആരാ? മര്യാദയുള്ളതുകൊണ്ടാണ് മര്യാദ പുരുഷോത്തമനായത്. മര്യാദ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മാന്യത എന്നുള്ളത് മാത്രമല്ല. മറ്റൊരാളെ ബഹുമാനിക്കാൻ, മുതിർന്നവരെ നമസ്കരിക്കാൻ, പൂർവികരെ ബഹുമാനിക്കാൻ, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും സംസ്കൃതിയും ആചാരവും അനുഷ്ഠാനവുമൊക്കെ മൃഗ പിടിച്ച് കൈമുതലാക്കി ജീവിക്കാൻ പഠിപ്പിക്കുന്ന മാതൃക കാണിച്ചിരിക്കുന്നത് മര്യാദയുടെ അടയാളമാണ്. ഇന്ന് നമ്മുടെ വിഷയം കേരളവും അയോധ്യയും സനാതന സംസ്കാരത്തിൻ്റെ ശാശ്വത പാലം. ഇതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. കേരളം അതിന് ഏറ്റവും അനുയോജ്യമായ ദൈവത്തിൻ്റെ നാടാണ്. രാമനാമഭാഗ്യമാം ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സെമിനാറിൻ്റെ ഒരു എളിയ സംഘാടകനായിരുന്നു ഞാൻ. അന്ന് അവിടെ എടുത്ത വിഷയം രാമക്ഷേത്രം രാഷ്ട്രക്ഷേത്രം എന്നതാണ്. തൃശ്ശൂർ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നടക്കുന്ന ഈ യജ്ഞശാലയിൽ രാമനാമഭാഗ്യമാം എന്നതാണ് എടുത്തിരിക്കുന്ന വിഷയം.
ഈ രാമനാമ ഭാഗിമ ചൊല്ലുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ പുറത്തു വരും. ഒന്ന്, അതൊരു നാമകീർത്തനമാണ്. 2 ഗുണകീർത്തനമാണ്. 3 ആ 2 ഗുണകീർത്തനങ്ങളിലൂടെയും രാമകീർത്തനങ്ങളിലൂടെയും പുറത്തു വരുന്നത് നമുക്കും മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ജീവിത കഥകളാണ്, ജീവിത യാഥാർത്ഥ്യങ്ങളാണ്, ജീവിത സംഭവങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ കുടിലായാലും കൊട്ടാരമായാലും കൊച്ചുകുട്ടിയായിരിക്കുന്ന ഒരു കുട്ടിയെ, അവൻ ആൺകുട്ടിയാണെങ്കിൽ അവനെ കുളിപ്പിച്ച് കുറി തൊട്ട് തിലകം ചാർത്തി അവൻ ശ്രീരാമനെ പോലെയുണ്ട് എന്ന് നമ്മൾ പറയും. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ കുളിപ്പിച്ച് കുറി തൊട്ട് മുടി ചീകി പുഷ്പം ചൂടി അവളെ സീതാദേവിയെ പോലെ എന്ന് നമ്മൾ പറയും. അങ്ങനെ ശ്രീരാമനും സീതയും വീടുകളിൽ, കുടിലാവട്ടെ കൊട്ടാരത്തിലാവട്ടെ, ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അങ്ങനെ ശ്രീരാമനും സീതയും വാണിരുന്ന നാമം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തതായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ വീടുകൾ. ഈ മന്ത്രം, ഈ രാമനാമ ഭാഗിമ എന്ന മന്ത്രം, അത് മോക്ഷത്തിൻ്റെ കവാടമാണ്. അതൊരു മോക്ഷത്തിൻ്റെ തുറന്ന ഒരു കവാടമാണ്, ഒരു ഓപ്പണാണത്. നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നേരത്തെ മുഹമ്മദ് സാർ ഇവിടെ അടയാളപ്പെടുത്തി അയോധ്യയുടെയും അനുബന്ധ ക്ഷേത്രങ്ങളുടെയും ഒക്കെ ചരിത്രം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. നേരിട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും അതെല്ലാം നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിച്ചു. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് 4 വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മനുഷ്യ ജന്മത്തിൽ ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ആദ്യം ധർമ്മം, അത് അടിസ്ഥാന ശിലയാണ്. ആ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അർത്ഥവും കാമവും 2ഉം 3ഉം കടക്കുന്നത്. അർത്ഥവും കാമവും മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ധർമ്മത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കും. പക്ഷെ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അർത്ഥവും കാമവും, സമ്പത്തും ഭൗതിക സൗകര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ മോക്ഷത്തിലേക്ക് നമ്മൾ കടക്കും. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ ജീവിതം കടന്നു പോകാൻ ഇത് നമുക്ക് ഉപകാരപ്രദമാകും. ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ് 1980 ഈ സദസ്സിൽ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠന്മാരും സഹോദരിമാരുമൊക്കെയുണ്ട്. 1980 കേരളം മറന്നിട്ടില്ല. എന്തായിരുന്നു കേരളത്തിൽ സംഭവിച്ചത്? മീനാക്ഷിപുരത്ത് ഒരുപിടി ആൾക്കാർ വന്നിട്ട് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി ആ മീനാക്ഷിപുരം പട്ടണം നാമാവിശേഷത്തിലേക്ക് കൊണ്ടുപോയൊരു സംഭവത്തിന് നാന്ദി കുറിച്ചൊരു ദിവസം 1980 ആയിരുന്നു. ആ സന്ദർഭത്തിൽ അവിടെ ആയുധമെടുത്ത് പ്രതിരോധിച്ചില്ല. ആ മീനാക്ഷിപുരം ജനത ഒരുമിച്ച് നിന്നുകൊണ്ട് രാമനാമ മന്ത്രഘോഷയാത്ര നടത്തി. 100 കണക്കിന് ദേശസ്നേഹികളെ അല്ലാത്തവരായി മാറിയവരെ തിരിച്ച് ദേശസ്നേഹികളാക്കി കൊണ്ടുവരാൻ 1980 മീനാക്ഷിപുരം പട്ടണത്തിൽ നടത്തിയ രാമനാമ ജപ ഘോഷയാത്ര, അമ്മമാര് സഹോദരിമാരടക്കം ആ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചരിത്രത്തിൽ അതൊരു അധ്യായം കുറിക്കലായിരുന്നു. നമ്മളൊട്ടും പിന്നോട്ട് പോയിട്ടില്ല. 1982 കേരളത്തിലെ ഈ സാംസ്കാരിക കേരളത്തിൽ ഭാരതമെമ്പാടും ചരിത്രം കുറിച്ച മറ്റൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ രാമനാമ ഭാഗിമ എന്ന സെമിനാറിൽ അത് ഏറ്റവും വലിയ പ്രസക്തിയുള്ള കാര്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 1982 നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ എറണാകുളത്ത് ഒരു വിശാല ഹിന്ദു സമ്മേളനം നടന്നു. ആ വിശാല ഹിന്ദു സമ്മേളനത്തിൽ സ്വർഗീയനായിട്ടുള്ള മാധവിജി അബ്രാഹ്മണർക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാം എന്ന വിളംബരം പ്രഖ്യാപിച്ച മാധവിജി
ആ വിശാല ഹിന്ദു സമ്മേളനത്തിൽ ഒരു ദൃഢപ്രതിജ്ഞയെടുത്തു. ആ ദൃഢപ്രതിജ്ഞയുടെ ഫലമായി 1982 വിശാല ഹിന്ദു സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളക്കരയിലാകമാനം അത് അലയടിച്ചു. അത് അയോധ്യയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ശ്രീരാമനെക്കുറിച്ച്, ശ്രീരാമ ചരിത്രത്തെക്കുറിച്ച്, ശ്രീരാമ ജീവിതത്തെക്കുറിച്ച് ഗ്രാമാന്തരങ്ങളിൽ അലയടിച്ചു. ആ സംഭവം ഒന്ന് മനനം ചെയ്യാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ആ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ സായം സന്ധ്യാസമയത്ത് എറണാകുളം പട്ടണത്തിൽ നിന്നുകൊണ്ട് മാധവജി അടക്കം സ്വർഗീയനായിട്ടുള്ള മാധവജി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ വിശാല ഹിന്ദു സമ്മേളനത്തിൽ ഒരു പ്രചണ്ഡമായ പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു പ്രഖ്യാപനമെന്നറിയുമോ? കർക്കിടക മാസം 31 ദിവസവും കേരളത്തിലെ എല്ലാ വീടുകളിലും രാമായണ പാരായണം നടത്തണം. ഇതൊരു പ്രചണ്ഡ പ്രഖ്യാപനമായിരുന്നു. കേരളത്തിൽ അയോധ്യയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മഹത്തായ ഒരു സന്ദേശമായിരുന്നു. ആ പ്രചണ്ഡമായ പ്രഖ്യാപനത്തിൽ ആ സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചത് കേവലം രാമായണം വായിക്കലല്ല, കർക്കിടക മാസം 31 ദിവസവും വീടുകളിലും ക്ഷേത്രങ്ങളിലും കാവുകളിലും അമ്പലങ്ങളിലും പൊതു സ്ഥലങ്ങളിലും രാമായണ പാരായണം നടക്കണം. അതിനു മുമ്പേ കേരളക്കരയിൽ നെറ്റിയിൽ തിലകം ചാർത്തിയാൽ, ഒരു കാവ്യമുണ്ടെടുത്ത് ചുറ്റിയാൽ, അതേപോലെ തന്നെ ഭസ്മം നെറ്റിയിൽ ചാർത്തിയാൽ, രാമായണം കൈകൊണ്ടെടുത്താൽ, രാമായണത്തിൻ്റെ രാമമന്ത്രമൊന്ന് മുഴക്കിയാൽ, വളരെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ 1982 സായം സന്ധ്യയിൽ ഈ സാംസ്കാരിക കേരളത്തിൻ്റെ തിരുമുറ്റമാകുന്ന എറണാകുളത്ത് വെച്ച് പ്രഖ്യാപിച്ചു. ഇനി മുതൽ എല്ലാ വീടുകളിലും കർക്കിടക 31 നിർബന്ധിതമായും 31 ദിവസം രാമായണ പാരായണം നടത്തണം. അതിൻ്റെ ഫലമായിട്ട് ചെറുതും വലുതുമായ കാവുകളിലെ, ക്ഷേത്രങ്ങളിലെ, പൊതുസ്ഥലങ്ങളിലെ രാമായണത്തിനെ കുറിച്ച് ചർച്ച നടന്ന് രാമായണ പാരായണം നടന്നു. ഇന്ന് 44 വർഷം കഴിയുമ്പോൾ ഈ ഗുരുവായൂരിൻ്റെ പവിത്രമായ മണ്ണിൽ, ഈ യജ്ഞശാലയിൽ ഇട്ടിരിക്കുന്ന പേരും രാമനാമ ഭാഗിമ എന്നതാണ്. അഭിമാനമാണ്, ആത്മാഭിമാനമാണ്, ആത്മസംതൃപ്തിയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തേ കർക്കിടക മാസം തിരഞ്ഞെടുത്തു? കേരളത്തിൽ കർക്കിടക മാസം കർക്കിടക മാസം തിരഞ്ഞെടുക്കാൻ കാരണം ചൊല്ലുകൊണ്ടും മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർക്കിടകം പഞ്ചമാസമാണ്, ദാരിദ്ര്യത്തിൻ്റെ മാസമാണ്. വിഭവങ്ങളെല്ലാം തീർന്നു, കാർഷിക വിഭവങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു മാസമാണ്. ആ മാസം ദാരിദ്ര്യമെന്നൊക്കെ പറയും. ആ ദാരിദ്ര്യമാസത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ രാമനാമ കീർത്തനം പാടി വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ അവിടെ ദാരിദ്ര്യം മാറുക മാത്രമല്ല, അസുഖങ്ങൾ മാറും. അതുകൊണ്ടാണ് കർക്കിടക ചികിത്സ. ഔഷധക്കഞ്ഞി കൊടുക്കുന്നു. എന്താണ് കർക്കിടകത്തിൽ? ഔഷധക്കഞ്ഞി കൂട്ടുണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. അങ്ങനെ കർക്കിടകം ഔഷധക്കഞ്ഞിയായി, ഔഷധ ചികിത്സയായി, കർക്കിടക ചികിത്സയായി, രാമായണ മാസ ആചരണമായി ഈ എല്ലാ പ്രതിബന്ധങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ അകറ്റി മാറ്റാൻ ശ്രീരാമൻ പുനർജനിക്കുന്ന ആ പുണ്യമാസത്തെ വരവേൽക്കാൻ കേരളക്കരയ്ക്കൊരു മടിയുമുണ്ടായിരുന്നില്ല എന്നതാണ്. പ്രകൃതിയെയും മനുഷ്യനെയും ഒരു നാണയത്തിലെ 2 വശങ്ങളെപ്പോലെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതേ സമയത്താണ് സ്വർഗീയനായിട്ടുള്ള മഹാകവി അക്കിത്തം. അദ്ദേഹം കേരളത്തിൻ്റെ പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര നടത്തി. ആ യാത്രയിലെ ചില സ്ഥലത്തൊക്കെ അന്ന് ഞാനും സംസാരിച്ചിരുന്നു. ആ മഹാകവി അക്കിത്തൻ ഈ കേരളത്തിൻ്റെ മണ്ണിനോട്, കേരളത്തിൻ്റെ ജനതയോട് പറഞ്ഞു, നമുക്ക് വ്യത്യസ്ത ഭാഷയുണ്ട്, വ്യത്യസ്ത വേഷമുണ്ട്, വ്യത്യസ്ത ഭക്ഷണമുണ്ട്. ആകാരം കൊണ്ടും വസ്ത്രധാരണ കൊണ്ടും ഭാഷ കൊണ്ടും പാർപ്പിടം കൊണ്ടുമൊക്കെ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മൾ നോക്കൂ, നമ്മളുടെ ശരീരഘടന വ്യത്യസ്തമാണ്. പക്ഷെ ഈ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട്
നമ്മൾ സംസ്കാരം കൊണ്ടൊന്നാണ് എന്ന സന്ദേശവുമായി ഈ കേരളത്തിൽ യാത്ര നടത്തിയ മഹാകവി അക്കീത്തം നമുക്ക് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു മാലയിൽ വ്യത്യസ്ത പുഷ്പങ്ങളെ കോർത്തിണക്കുന്നത് പോലെ, ഒരു മാലയിൽ വ്യത്യസ്ത മുത്തുകളെ കോർത്തിണക്കുന്നത് പോലെ മനുഷ്യരെ മുഴുവനും ഒന്നായി ഒരു സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ കീഴിൽ പ്രകൃതിയെയും സർവചരാചരങ്ങളെയും കോർത്തിണക്കുന്ന ആ സംസ്കൃതിയെയും പാരമ്പര്യത്തിൻ്റെയും തായ്വേര് അറത്ത് കളയാൻ ജീവനുള്ളിടത്തോളം ശ്വാസമുള്ളിടത്തോളം നമ്മൾ അനുവദിക്കില്ല എന്ന് ഈ രാമനാമ മന്ത്രയജ്ഞശാലയിൽ പ്രതിജ്ഞയെടുക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭാരതം മുഴുവനും കേരളവും രാമനെ സ്വീകാര്യമാക്കിയത്? ശ്രീരാമചന്ദ്ര ഭഗവാൻ സർവസ്പർശിയാണ്, സർവവ്യാപിയാണ്. സർവസ്ഥലത്തും ശ്രീരാമനുണ്ട്. തൂണിലും തുരുമ്പിലുമുള്ളെന്ന് പറയും പോലെ അതൊരു സർവസ്പർശിയാണ്. എല്ലായിടത്തും ശ്രീരാമചന്ദ്ര ഭഗവാൻ സ്പർശിക്കും. എല്ലായിടത്തും ശ്രീരാമചന്ദ്രന്റെ സ്പർശനമുണ്ട്. അതുകൊണ്ടാണ് സർവവ്യാപിയാണ്, സർവസ്പർശിയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അമ്മ നമ്മളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു സമയത്ത് താരാട്ടുപാട്ടു പാടിയത് രാമനാമം പറഞ്ഞുകൊണ്ടായിരുന്നു. രാമനാമം ജപിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ടുപാട്ടു പാടി. അതേ കുഞ്ഞ് വളർന്നു വലുതായി വാർദ്ധക്യമാകുമ്പോൾ ആ വാർദ്ധക്യത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് എത്താൻ രാമനാമം ജപിക്കണമെന്ന് കാലം പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കൂ, കാലചക്രത്തിന്റെ ഘടനയിൽ കുട്ടിക്കാലത്തും ശ്രീരാമൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു, വാർദ്ധക്യത്തിലും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് പറയാൻ കാരണം. ഏറ്റവും ഹൃദയസ്പർശമായ 2 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വിഷയം ഞാനിവിടെ സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുക. ഒന്ന്, നമ്മുടെ നാവിൻ തുമ്പിൽ മാത്രം തട്ടിക്കളിച്ചാൽ പോരാ. നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ശ്രീരാമചന്ദ്ര ഭഗവാൻ. അതിന് സാക്ഷ്യം വഹിച്ച ഒരു സംഭവം ഇവിടെ മനനം ചെയ്യാൻ, ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പട്ടാഭിഷേകം നടക്കുന്ന സമയം, പ്രൗഢഗംഭീരമായ പട്ടാഭിഷേക സദസ്സ്, എല്ലാവരുമുണ്ട്. സീതാദേവിയുണ്ട്, ലക്ഷ്മണനുണ്ട്, സർവപരിവാരങ്ങളുമുണ്ട്. പട്ടാഭിഷേകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവർക്കും പുടവ കൊടുത്തു. മനോഹരമായ പുടവകൾ, ദക്ഷിണകൾ കൊടുക്കുന്നു. ഇതെല്ലാം ഏറ്റുവാങ്ങുന്നു. ആ സമയത്ത് ശ്രീഭക്ത ഹനുമാൻ ഇതെല്ലാം നോക്കി അവിടെ ഇരിക്കുന്നു. ആ സമയത്താണ് പുടവ കൊടുത്ത സ്വീകരിച്ച ആ ശ്രീഭക്ത ഹനുമാൻ ആ പുടവ വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തായിട്ട് മാറ്റിവെക്കുന്നു. ഭയങ്കരമായൊരു ആശ്ചര്യമായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? എല്ലാവരും അവരുടെ ആ ദക്ഷിണയും വസ്ത്രവും എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ശ്രീഭക്ത ഹനുമാൻ പട്ടാഭിഷേക സദസ്സിൽ അതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നു. ഇതെന്താണ്? അത്ഭുതത്തോടു കൂടി എല്ലാവരും നോക്കി. ആ സമയത്ത് ലക്ഷ്മണനൊന്ന് ചിരിച്ചു, ശ്രീരാമനൊന്ന് വീണ്ടും നോക്കി. ആ സമയത്ത് സീതാദേവി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമുത്തുള്ള മാല ഊരി വളരെ ഭക്തിയോടെ ശ്രീഭക്ത ഹനുമാന് കൊണ്ട് കൊടുക്കുന്നു. ശ്രീഭക്ത ഹനുമാൻ ആ ഭക്തിയോടുകൂടി ആ സ്വർണമാല, ആ മുത്തുകളുള്ള മാല ഏറ്റുവാങ്ങുന്നു. വാങ്ങിയതിന് ശേഷം ആ മുത്തുകൾ ഓരോന്നോരോന്ന് പൊട്ടിച്ച് അത് നോക്കുന്നു. അതിനകത്ത് ഒന്നും കാണുന്നില്ല. ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും ഭക്തിയോടെ വിശ്വാസത്തോടെ ഒരു ആചാര സദസ്സ്, പട്ടാഭിഷേക സദസ്സിൽ ഈ സ്വർണ്ണമുത്തുമാല കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അത് പൊട്ടിച്ച് നോക്കുന്നത്? അത് പൊട്ടിച്ചിട്ട് ഓരോന്നോരോ മുത്തും മാറ്റിവെക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ശ്രീരാമനെ നമ്മുടെ നാവിൻ തുമ്പിൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അവസാനം ഇതെന്തെന്നറിയാൻ ആ പട്ടാഭിഷേക സദസ്സിൽ മുഴുവനും ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ശ്രീഭക്ത ഹനുമാനോട് നേരിട്ട് തന്നെ ലക്ഷ്മണൻ ചോദിക്കാൻ തീരുമാനിക്കുമ്പോൾ
സീതാദേവി തടയുന്ന ഒരു രംഗമുണ്ട്, ചോദിക്കരുത്. അതിനുശേഷം ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ആ സദസ്സിൽ ശ്രീഭക്ത ഹനുമാൻ തന്നെ പറയുകയാണ്, ഈ മുത്തിനകത്തൊന്നും ശ്രീരാമനും സീതയുമില്ല. ശ്രീരാമനും സീതയുമില്ലാത്ത ഒരു സ്വർണമുത്തും എനിക്കാവശ്യമില്ല എന്ന് പ്രചണ്ഡ പ്രഖ്യാപനം നടത്തിയിട്ട് ആദരവോടെ സ്നേഹത്തോടെ തലകുനിച്ചു മുട്ടുകുത്തി ആ പട്ടാഭിഷേക സദസ്സിലിരുന്നു കൊണ്ട് തൻ്റെ വിരിമാറ് പിളർന്ന് കാണിക്കുമ്പോൾ ആ ഹനുമാന്റെ വിരിമാറിനുള്ളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സീതാദേവിയെയും ലക്ഷ്മണനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഫോട്ടോയിലൂടെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അതാണ് ഹൃദയത്തിൽ, അതാണ് സന്ദേശം, അതാണ് നമ്മൾ ആർജിക്കേണ്ടത്, അതാണ് പാലിക്കേണ്ടതും പരിപാലിക്കേണ്ടതും. അങ്ങനെയായിരിക്കണം. സ്ത്രീശക്തിയുടെ കാവലാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മമാരും സഹോദരിമാരുമായിരിക്കുന്നത്. നമ്മുടെ കവചമാണ് ശ്രീരാമചന്ദ്രൻ. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും കാവൽ നിന്നിട്ടുള്ളതാണ് ശ്രീരാമചന്ദ്രൻ, തപസ്സെടുത്തിട്ടുള്ളതാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് മാതൃകാ ഭരണാധിപനും മര്യാദാ പുരുഷോത്തമനും സർവ്വവ്യാപിയും സർവസ്പർശിയും എന്നൊക്കെ നമ്മളുടെ മുമ്പിൽ പറയുന്നത്. നമ്മൾ നോക്കൂ, ഞാനും ഹരികൃഷ്ണൻജിനിയൊക്കെ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ആ കൊല്ലം ജില്ലയിൽ ലോകത്തെ ഏറ്റവും വലിയ പക്ഷിശില്പം, ജടായുവിൻ്റെ പക്ഷിശില്പം ചടയമംഗലത്തെ ജടായു പാറയാണ്. കേരളം അയോധ്യയ്ക്ക് കൊടുക്കുന്ന ഒരടയാളപ്പെടുത്തൽ കൂടിയാണ്. തൃശ്ശൂർ ജില്ല തൊട്ടടുത്തല്ലേ? ആ തൃശ്ശൂർ ജില്ലയല്ലേ നമ്മുടെ ജില്ല? തൃപ്രയാറ് ശ്രീരാമക്ഷേത്രം അയോധ്യയിലേക്ക് അടയാളം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ, അവിടെ ദക്ഷിണായോധ്യ ക്ഷേത്രം. അതേപോലെ തന്നെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കടന്നു പോകുമ്പോൾ ആ മൈസൂർ റോഡിലേക്ക് പോകുമ്പോൾ പൊൻകുഴി എന്നൊരു ഗ്രാമമുണ്ട്, അവിടെ ശ്രീരാമക്ഷേത്രമുണ്ട്. പൊൻകുഴി എന്ന് വരാൻ കാര്യം എന്താണെന്നറിയോ? സീതാദേവിയുടെ കണ്ണുനീര് കൊണ്ട് കുളമായി മാറി എന്ന് സങ്കല്പിക്കുന്ന ആ പൊൻകുഴിയിൽ ശ്രീരാമനും സീതയും ഹനുമാനും അടങ്ങുന്ന ആ ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇത് കേരളം കൊടുക്കുന്ന ഒരു സന്ദേശമല്ലേ? ശ്രീരാമചന്ദ്രൻ സനാതനധർമ്മത്തിൻ്റെ കാവലാളാണ്, സനാതനധർമ്മത്തിൻ്റെ ഒരു ആൾരൂപമാണ് എന്നുള്ളത്. നമ്മുടെ ഭാരതം ഒരു പഞ്ചപരിവർത്തനത്തിൻ്റെ വേളയിൽ കടന്നു പോവുകയാണ്. ഇനി നമ്മുടെ മുമ്പിലോട്ടുള്ള ജീവിതത്തിൽ പഞ്ചപരിവർത്തനത്തിന് പങ്കാളികളാവണം. അതാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അയോധ്യയിലെ രാജാവായതിനു ശേഷം പ്രജകളോട്, ആ അയോധ്യയിൽ നിവാസികളോട് പ്രചണ്ഡമായി പ്രഖ്യാപിച്ചത്, ഇനി ഭാരതത്തെ പഞ്ചപരിവർത്തനത്തിൻ്റെ കൊടുമുടിയിലേക്ക് ആ കൊടി പാറിപ്പിക്കണം ഈ ഭാരതത്തിൽ. അതുകൊണ്ട് പഞ്ചപരിവർത്തനത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാകേണ്ട സമയം സമാഗതമായിരിക്കുന്ന വേളയിലാണ് ഈ യജ്ഞശാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആമന്ത്രമക്ഷരം നാസ്തി, നാസ്തി മൂലമനൌഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസത്രദുർലഭ. എത്ര മനോഹരമായ ശ്ലോകം! ആ മന്ത്രമക്ഷരം നാസ്തി. എല്ലാ മന്ത്രങ്ങളിലും അക്ഷരമുണ്ട്. അക്ഷരമില്ലാത്ത ഏതെങ്കിലും മന്ത്രമുണ്ടോ? നാസ്തി മൂലമനൌഷധം. ഏത് വേര് എടുത്ത് ശുദ്ധമാക്കിയാലും ആ വേര് പിഴിഞ്ഞെടുത്താൽ, ആ വേര് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് നീര് വരും. എല്ലാ വേരുകളിലും ഔഷധമുണ്ട്. അയോഗ്യ പുരുഷോ നാസ്തി. ഏറ്റവും പ്രസക്തമായ വരിയാണത്. അയോഗ്യ പുരുഷോ നാസ്തി. 10 മാസം ചുവന്ന് പ്രസവിച്ച പെറ്റ അമ്മ ആ കുഞ്ഞിനെ ഡെലിവറി കഴിയുമ്പോൾ, ആ നാഭീബന്ധം പൊക്കിൾ കൊടി കട്ട് ചെയ്യുമ്പോൾ, ആ അമ്മയുടെ മുലപ്പാലിനോട് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ കുഞ്ഞ് അയോഗ്യനല്ല. ആ കുഞ്ഞ് അയോഗ്യനാകുന്നത് എപ്പോഴാ? വർഷങ്ങൾക്ക് ശേഷം. കൂട്ടുകെട്ടുകൊണ്ട്, അവൻ്റെ ജീവിതശൈലി തെറ്റായ രീതിയിലായതുകൊണ്ട് അവൻ വഴിതെറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അയോഗ്യ പുരുഷോ നാസ്തി. അയോഗ്യരായിട്ട് ആരും പിറന്നു വീഴുന്നില്ല. അവസാനം ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇത് പൂരിപ്പിക്കുകയാണ്. യോജകസത്രദുർലഭ. ഇത് യോജിപ്പിക്കുവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ന രീതിയിൽ
അവതാരപൂർവം ഈ ഭാരതത്തിൽ പുനർജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മന്ത്രം അക്ഷരാർത്ഥത്തിൽ നമുക്ക് അനിവാര്യമാണ്. പഞ്ചപരിവർത്തനം എന്നുള്ളത് 5 കാര്യങ്ങളാണ്. ഒന്ന്, കുടുംബ പ്രബോധനം. എന്താണ് കുടുംബ പ്രബോധനം? ഒരു കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്വന്തം വീട്ടിൻ്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പങ്കുവച്ച് ഷെയർ ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ഗ്രാമത്തിലെ പൂർവികരെ ആ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി ആ കുടുംബത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന്, ഐശ്വര്യത്തിന് വേണ്ടി പ്രോത്സാഹനം ചെയ്തുകൊണ്ട് എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധിതമായി ഒരുമിച്ചിരുന്ന് നാടിനെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ച്, നമ്മളുടെ വ്യക്തിപരമായ വൈഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള കുടുംബ പ്രബോധൻ നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ യജ്ഞശാലയിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കണം. സാമാജിക സമരസത, ഭേദഭാവങ്ങളില്ലാതെ, വർഗവർണ്ണങ്ങളില്ലാതെ ജാതിരഹിതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി സ്വത്വം, നമ്മുടെ ഭാഷ, സംസാരം, നമ്മളുടെ യാത്ര, നമ്മളുടെ ആഹാരം, ഇതിലൊക്കെ തന്നെ ക്രമീകരണം നടത്തിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പൗരധർമ്മം, നമുക്കൊരു ധർമ്മമുണ്ടല്ലേ? സാധാരണ ഒരു മനുഷ്യൻ്റെ ധർമ്മമാണ് പൗരധർമ്മം എന്ന് പറയുന്നത്. കല്യാണം കഴിച്ചു, വിവാഹം കഴിഞ്ഞു, കതിർമണ്ഡപത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ ആണും പെണ്ണും ചേർന്ന ആ മംഗളകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ പരസ്പരം ഭാര്യ പത്നിധർമ്മമുണ്ട് അല്ലേ? ഒരു സഹോദരൻ സഹോദരിയോട് ഒരു ധർമ്മമില്ലേ? അത് സഹോദരി സഹോദര ധർമ്മമാണ്. അങ്ങനെ പൗരധർമ്മം, സനാതന ധർമ്മത്തിൻ്റെ പേര് ഈ സഹോദരി ധർമ്മം, സഹോദരധർമ്മം, ഭദ്രധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം, ഈ എല്ലാ ധർമ്മങ്ങളുടെയും സമന്വയത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മം കേരളത്തിന് അയോധ്യയിൽ കൊടുക്കുന്ന ഒരു ശാശ്വതമായ കോൺക്രീറ്റ് പാലമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ആ സനാതനധർമ്മത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണം. എൻ്റെ അവസാന വാക്കുകളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ വേദിയിൽ ഗുരുവായൂരാണല്ലോ ഈ രാമനാമഭാഗിമ എന്ന സെമിനാർ നടക്കുന്നു. നമ്മളെല്ലാവരും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുവണം. ഞാൻ നിർബന്ധമായിട്ടും പറയുകയല്ല. നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരം. 2 മാസത്തിന് മുമ്പേ ഞാൻ പോയി അത് തൊഴുതിട്ടുണ്ട്. അവിടെ ഓണവില്ല് എന്നും പറഞ്ഞൊരു ഓണവില്ലുണ്ട്. അതായത് ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണവില്ല്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നത് തൊഴു. ആ ഓണവില്ലിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേക സമയത്ത് നടന്ന സർവരംഗങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് ആ ഓണവില്ലിൽ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ, കേരളവും കേരളത്തിന് പുറത്തും ഭാരതമെമ്പാടും അറിയപ്പെടുന്ന ശ്രീ പത്മനാഭന്റെ മണ്ണിൽ, ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഓണത്തപ്പനായിട്ട് ഓണവില്ല് സമർപ്പിക്കുമ്പോൾ ആ ഓണവില്ലിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പട്ടാഭിഷേകത്തിൻ്റെ പൂർണ്ണ രൂപമാണ്. ഇതുപോരെ, ഇതിൽ കൂടുതൽ എന്താണ് അയോധ്യയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ, സർക്യൂട്ട് പൂർത്തിയാക്കാൻ കൊടുക്കേണ്ടത്? അത്രയും പവിത്രമായ വിശ്വാസം കേരളത്തിലുണ്ട്. ഉടുപ്പിയിൽ നമ്മളിനി പോയിട്ടുള്ളവരൊക്കെ അറിയാം, പോകാൻ സാധിച്ചിട്ടില്ലാത്തവർ ഒരു തവണ പോകണം. ആ ഉടുപ്പിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു ബാലൻ ശ്രീ സന്ധ്യാസമയത്ത് ദീപാരാധന നടക്കുന്ന സമയത്ത് ആ ബാലൻ ആ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് കൈകൂപ്പി അവൻ്റെ നാവിൻ തുമ്പിൽ നിന്നും ഒരു മന്ത്രം ഉരുവിട്ടു. ഹരേ രാമ
ഹരേ കൃഷ്ണ എന്ന മന്ത്രം അവൻ ഉറക്കെ പാടി. ആ പാട്ട് കേട്ടപ്പോൾ ഭക്തജനങ്ങളെല്ലാവരും ഏറ്റുപാടി. പക്ഷേ ഒരു ജാതി കോമരൻ വന്നിട്ട് ആ കുഞ്ഞു ബാലന്റെ കൈ പിടിച്ചിട്ട് ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്നും അവനെ വലിച്ചു കൊണ്ടുപോയി ക്ഷേത്രത്തിന് പുറത്താക്കി. അവൻ ക്ഷേത്രത്തിന് പുറത്തുപോയി, ആ ചുറ്റുമതിലിന് പുറത്തുപോയി. കണ്ണുനീരോടുകൂടി അവന്റെ കണ്ണുനീർ ചാനൽ പൊട്ടി. ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ആ പുറകുവശത്ത് നിന്ന് വീണ്ടും അവൻ ഉറക്കപ്പാടി ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന്. അല്പം കഴിഞ്ഞപ്പോൾ പ്രധാന തന്ത്രി ആ ക്ഷേത്രത്തിനകത്ത് ദീപാരാധനയ്ക്ക് വേണ്ടി കയറി ക്ഷേത്ര നടയടച്ചു. ദീപാരാധനയുടെ ദീപത്തട്ടം ആരതി പോലെ ആ കൃഷ്ണന്റെ മുമ്പിലെ വിഗ്രഹത്തിൽ ഒഴിഞ്ഞ സമയത്ത് ഒരു ഭയാനകമായ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട മാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വിഗ്രഹം ഇരുന്നതിന്റെ പിറകുവശം രണ്ടായിട്ട് പിളർന്ന് ആ ശ്രീകൃഷ്ണ വിഗ്രഹം തലകീഴായി തിരിഞ്ഞ് ആ ബാലൻ നിന്ന് പാടിയ സ്ഥലത്തേക്ക് വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയുടെ മുഖം മാറി. ആ ബാലൻ വീണ്ടും കണ്ണുനീരോടുകൂടി അവിടെ നിന്ന് പാടി. അവൻ ആ പാട്ട് പൂർത്തീകരിക്കുമ്പോൾ ശാന്തിയും തന്ത്രിയും ഭക്തജനങ്ങളും ഈ ബാലന് ചുറ്റും കൂടി വിഗ്രഹം തലകീഴായി തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. ആ കുഞ്ഞിന്റെ പേരാണ് കനകദാസ്. അവൻ നിന്ന് പാടിയ സ്ഥലത്ത് കനകദാസ് മണ്ഡപമുണ്ട്. ആ കനകദാസ് മണ്ഡപത്തിലാണ് ഇന്ന് ലോകമറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളും അവിടെ വന്ന ആ കനകദാസ് മണ്ഡപത്തിലിരുന്ന് തപസ് ചെയ്യുകയും അവരെ ധ്യാനമനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. നമുക്കും ഒരിക്കൽ പോയാൽ ആ കനകദാസ് മണ്ഡപത്തിൽ ചമ്രം പടിഞ്ഞിരുന്ന് നമുക്കും ജപിക്കാം. ഇതിന് എന്താ ഇത് കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈശ്വരന്മാരാരും വർഗജാതി വർണ്ണത്തിന് ബലം നൽകിയിട്ടില്ല. ശ്രീരാമചന്ദ്ര ഭഗവാനും കൃഷ്ണനും ആരും തന്നെ ജാതിക്ക് ബലം നൽകിയിട്ടില്ല, മനുഷ്യ നന്മയ്ക്ക് മാത്രമേ ബലം നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അഷ്ടബന്ധ കലശം നടത്തി കെട്ടുറപ്പിച്ച ഈ ഭാരതത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പ്രതിഷ്ഠയും അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയും ഈ ഭാരതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. വരും തലമുറ ഇത് മാർഗദർശനമായി ശാന്തിയുടെയും സമാധാനത്തിനും നമ്മുടെ ജീവിതം ഈ സമൂഹത്തിന് വേണ്ടി നൽകണമെന്നുള്ള അഭ്യർത്ഥനയോടെ പ്രാർത്ഥനയോടെ എന്നെ വിളിച്ച ഈ സായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഹരിനാരായണ സ്വാമിജിയും ബന്ധപ്പെട്ടവർക്കും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യൻസിനും ഇവിടെ കൂടിയ ഈ സദസ്സിൽ കൂടിയ അമ്മമാരും സഹോദരിമാർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.